ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 21 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെയിരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നാൻ തക്കവണ്ണം അവന് കൃപ നൽകി എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, യോസേഫ് അവൻ കുറ്റം ചെയ്തത് കൊണ്ടല്ല, തനിക്ക് ദൈവം കൊടുത്തൊരു സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് സ്നേഹത്തോട് പറഞ്ഞതിന് നിമിത്തം അവിടെ നിന്ന് അവൻ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരാൽ അടിമ കച്ചവടക്കാരിൽ വിൽക്കപ്പെടുകയും പോത്തിഫറിൻ്റെ വീട്ടിൽ വരികയും ചെയ്തു. പോത്തിഫർ ഇവനെ തൻ്റെ വീട്ടിൽ വിചാരകനായി ഇരുത്തുമ്പോൾ തൻ്റെ ഭാര്യ ഇവൻ്റോട് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുവാൻ വന്നതുകൊണ്ട് അവൻ അവിടെ വിട്ട് തൻ്റെ വസ്ത്രം വരെ വിട്ടുവിട്ടിട്ട് അവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ദൈവത്തിന് ഭയന്ന് അത് ചെയ്ത കാര്യം തനിക്കതൊരു വിനയായി മാറി തന്നെ പോത്തിഫറിൻ്റെ ഭാര്യ ജയിലിലടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജയിലിൽ പോയപ്പോൾ അവിടെ പറയാണ്, കർത്താവിൻ്റെ കൃപ ദയ കാരാഗൃഹ പ്രമാണിക്ക് ഈ യോസഫിൻ്റെ മേൽ ഒരു ദയ തോന്നി കണ്ടപ്പോൾ. അപ്പോൾ ഈ ഒരു ദയ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം ജയിലിൽ പോയപ്പോഴും ദൈവത്തിൻ്റെ കൃപ ദാവീദോട് കൂടെ ജോസഫിനോട് കൂടെ ഇരുന്നു. ദൈവം കൂടെ പോവുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നമുക്ക് കഷ്ടങ്ങളും പാടുകളും ഉണ്ട്. നമുക്ക് ചില അധികാരികളുടെ കരങ്ങളിൽ നമുക്ക് ദയ കിട്ടാതിരിക്കുന്നതുണ്ട്. കിട്ടേണ്ടത് ചിലത് കിട്ടാതിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മടക്കി വരുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് നമ്മുടെ ജീവിതം മൊത്തമായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ആ കൃപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളെ നടത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.